ആറന്മുള കണ്ണാടിയുടെ ഉത്ഭവം ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഐതിഹ്യമനുസരിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാജകീയ തലവൻ തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ നിന്ന് ക്ഷേത്രത്തിലെ കരകൗശല വിദഗ്ധരുടെ 8 കുടുംബങ്ങളെ ആറന്മുളയിലേക്ക് കൊണ്ടുവന്നു. ഈ ആദ്വിതീയ കണ്ണാടി അന്നത്തെ കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക മെറ്റലർജിക്കൽ പാരമ്പര്യങ്ങളുടെ ഫലമാണ്. അവർക്ക് വലിയ ചരിത്രപരമായ സംസ്കാരപരമായ മൂല്യമുണ്ട്. അവ ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് കരുതപ്പെടുന്നത്. ഒരു വിവാഹവേദിയിൽ വധുവിൻ്റെ പ്രവേശനത്തിന് ഉപയോഗിക്കുന്ന 8 ഐശ്വര്യ വസ്തുക്കളിൽ ഒന്നായി അല്ലെങ്കിൽ അഷ്ടമംഗല്യമായി കണ്ണാടി കണക്കാക്കപ്പെടുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2017 ബഹ്റൈൻ രാജാവ് അഹമ്മദ് കേരളത്തിൽ സന്ദർശിച്ചപ്പോൾ ആറന്മുള കണ്ണാടി കൊടുത്താണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ 45 സെന്റിമീറ്റർ ഉയരമുള്ള ആറന്മുള കണ്ണാടി ശേഖരത്തിലുണ്ട്. 2004 മുതൽ 2005 വരെയുള്ള കണ്ണാടികൾക്ക് ഭൂമിശാസ്ത്രപരമായ സൂചന GI ടാഗ് ലഭിച്ചിരുന്നു. മറ്റ് ആറന്മുള കണ്ണാടിയുടെ ലോകവിശേഷങ്ങളിലേക്കും അതിൻ്റെ വ്യാപാര വിശേഷങ്ങളിലേക്കും നമുക്ക് ഇന്ന് കടന്നു ചെല്ലാം. എന്താ ചേട്ടാ പേര്? മുരളാണ്. ഇപ്പം ആറന്മുള കണ്ണാടികൾ എന്ന് പറയുമ്പം നമുക്കെല്ലാവർക്കും ഏറെ സുപരിചിതമാണല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രവും ഐതിഹ്യവും ഒക്കെ? നമ്മളിത് ക്ഷേത്ര നിർമ്മാണത്തിന് വന്നതാണ് പൂർവ്വികര്. അവർക്കായിട്ട് കൊടുത്തൊരു കൂട്ടാണ് കണ്ണാടി. അതായത് കാലത്താണെങ്കിൽ ഈ ഒരു കിരീടം ഉണ്ടാക്കുകയും അതിൽ നിന്നാണ് അതിൻ്റെ ഉൽപ്പത്തി. അപ്പോൾ ഭഗവാനായിട്ട് കൊടുത്തൊരു കൂട്ടാണ് കണ്ണാടി. വെളുത്തി എത്ര ചെമ്പെത്ര എന്നുള്ളതാണ് അതിൻ്റെ കൂട്ട്. ഇതെവിടെ നിർമ്മാണവും മറ്റേ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം പരമ്പരാഗതമായിട്ട് കുടുംബം തലമുറകളായിട്ട് ഇത് തന്നെയാണല്ലേ. ഇതിനെ ഒരു സ്ഥാപനം എന്നതിനപ്പുറത്തേക്ക് ഒരു വിശ്വാസം മുറുകെ പിടിക്കുന്നതിൻ്റെ ഒരു അതായത് കണ്ണാടിയുടെ ഇതെന്ന് പറഞ്ഞാൽ ഇത് കണ്ണാടി മെറ്റലാണ്, ലെഡും കോപ്പറുമാണ് കണ്ണാടി. ലോഹം ഇതാണ് ലോഹം. ഇത് ഭഗവാൻ തന്നൊരു കൂട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു വീട്ടിൽ പൂജാ റൂമിലും ഷോക്കേഴ്സും ഒക്കെ വെക്കാം. ഈ മറ്റു പല സ്ഥലങ്ങളിലും ആറന്മുള കണ്ണാടികളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇവിടെ നമ്മൾ ഈ സൊസൈറ്റീൻ്റെ ഇതിലാണ്. ഇവിടെ ഇപ്പോൾ 23 യൂണിറ്റുള്ള അടുത്തുണ്ട് സൊസൈറ്റിയിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഹോളോഗ്രാം കാര്യങ്ങൾ അത് പതിച്ച കണ്ണാടി നോക്കി വാങ്ങിക്കാൻ നമ്മൾ പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ പല സ്ഥലങ്ങളും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഇവിടെ ഈ 2 പഞ്ചായത്ത് അണ്ടറിലുള്ള ഇതിൻ്റെ നിർമ്മാണവും വിൽപ്പനയ്ക്കുള്ള ഇത് പേറ്റൻ്റ് ഉള്ളത്. എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട്? ഇതിപ്പം ഞാനിപ്പോൾ ഇവിടെ 10-15 വർഷമായിട്ട് ഷോപ്പുണ്ട്. അല്ലാതെ നേരത്തെ വൈഫിൻ്റെ ചേട്ടനാണ് അവർ പാരമ്പര്യം ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ഐതിഹ്യം കുറച്ചും കൂടി എങ്ങനെയാണ്? അതായത് വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് കുറേയധികം ആളുകൾ ഇപ്പോഴും കണ്ണാടി വാങ്ങി അതിന് എന്ത് ഐശ്വര്യം എങ്ങനെ പ്രദാനം ചെയ്യും? ഭവനത്തിലാണ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വീട്ടിലെ പൂജാ റൂമിൽ അല്ലെങ്കിൽ വീട്ടിലെ എന്ത് വിശേഷ കാര്യങ്ങൾക്കെല്ലാം എടുക്കാമെന്നാണ് ഭഗവാന്റെ ഒരു സാന്നിധ്യമാണ്. ഭഗവാന്റെ ഒരു ഐശ്വര്യമാണ് വീട്ടിൽ വെക്കുന്നത്. അതാണ് മെയിൻ ബേസ്. മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഒരുപാട് പേര് വന്ന് വാങ്ങാറും. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇവിടെ ഈ പാലുകാച്ച് സമയങ്ങൾ, അതായത് വീണ്ടും പരാവസൂലികൾ കല്യാണത്തിന് കൂടുതൽ ഇത് കൊടുക്കാനും എല്ലാം ഇപ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത്. ഏറ്റവും ചെറിയ വലിപ്പം ഏറ്റവും വലിയ വലിപ്പമൊക്കെ എങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്? ഇത് ഏകദേശമാണെങ്കിൽ ഇതാണ് സ്റ്റാർട്ടിങ് തുടങ്ങുന്നതാണ്. ഇതൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വെളിയിലിപ്പോൾ 1550 വരെയാണ് കയറ്റുന്നത്. അപ്പം അതിൻ്റെ മുകളിലോട്ട് വന്ന് ഏകദേശം 1 അടി വരെയുള്ള കണ്ണാടിയുണ്ട്. ഏറ്റവും വലുത് 1 അടി. അതൊക്കെ നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്തുള്ളൂ. ഇപ്പം മാക്സിമം നമ്മൾ ഒരു 6 ഇഞ്ച് വരെയൊക്കെ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഈ പ്രതലമൊക്കെ നിർമ്മിച്ചിരിക്കുന്ന എന്ത് ലോകം കൊണ്ടാണ്? ഇത് വന്ന് ബ്രാസാണ് കണ്ണാടി. ഇത് പിച്ചളയാണ് വാർത്തെടുത്തിട്ട് ഇതെല്ലാം നമ്മൾ നല്ലപോലെ രായി എടുത്ത് ഡിസൈൻ ചെയ്തിട്ട് പിന്നെ തകിടിട്ടാണ്. ഇതൊരു പിച്ചള തകിടാണ്. ഒരു കണ്ണാടി പൂർത്തീകരിക്കുക ഏകദേശം എത്ര സമയമാണ്? ഒരു കണ്ണാടി നമ്മൾ ചെയ്യാൻ പോയാൽ നമുക്ക് ഈ 1500-നുള്ളതല്ല, അതിൽ മുകളിലാവും. ഇത് നമ്മൾ ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ട്രിപ്പ് നമ്മൾ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യും 10-15 എണ്ണം ഒന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3-4 പണിക്കാർ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് അത്
നമുക്ക് ഈ വിലയ്ക്ക് കൊടുക്കാൻ പറ്റും. ഇത് ഒന്നാണ്ട് ചെയ്യാൻ പോയാൽ ആദ്യം മുതൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തച്ച് തന്നെ വരുന്നുണ്ട്, 10,000 1200 തച്ച് തന്നെ വരുന്നുണ്ട്. ചില്ല് നമ്മൾ ഇത് ആദ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലും കാര്യങ്ങളും ആദ്യം വാർത്തിടും, പിന്നെ രണ്ടാമത് എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഫ്രെയിം അടിച്ച് രായി എല്ലാം ചെയ്യുന്നത്. അങ്ങനെ പറയും. ഇവിടെ ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് കുറേ കൂടി ആളുകളൊക്കെ എത്താറും. നമ്മളിപ്പോൾ ഇപ്പം നമുക്കൊരു സീസണാണ് ഇതിൻ്റെ. ഇപ്പോൾ ഈ വള്ളസദ്യ നടക്കുമ്പോൾ 72 ദിവസത്തോളം അടുത്ത 74 ദിവസമാണ്. അപ്പം പുറമുള്ള ജനങ്ങളെല്ലാം വരുന്നുണ്ട്, കുറേ വിതരണം കൂടുതൽ നടക്കും. പിന്നെ ഇവിടെ എപ്പോഴും ആണെങ്കിൽ ഇവിടെ ഇവിടെ വർഷത്തിൽ 2-3 മാസമുള്ളൂ ഇവിടെ ഇല്ലാത്തത്. ബാക്കി എപ്പോഴും ഇപ്പം നീ അത് കഴിയുമ്പോൾ ഉത്സവമാകും, പിന്നെ മണ്ഡലകാലം ആകുമ്പോഴത്തെ ഇടത്താവളമാണ്. അപ്പം അങ്ങനെ എല്ലാം ഓൺലൈനിലൂടെയൊക്കെ അറന്മുള കണ്ണാടി ആവശ്യപ്പെടുന്നു അങ്ങനെയൊക്കെ എന്തെങ്കിലും അങ്ങനെ വാട്സപ്പ് നമ്മൾ ഫേസ്ബുക്ക് വാട്സപ്പ് വഴി നമ്മൾ ഫോട്ടോ കാണിച്ച് അങ്ങനെ ചെയ്യും.